ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ രീതിയിലുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അതിലേക്ക് ആവശ്യത്തിന് തക്കാളി, സബോള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില. പിന്നെ അരപ്പ് തയ്യാറാക്കാനായിട്ട് നാളികേരം, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എടുത്തിരിക്കുന്നത്. പിന്നെ പുഴുങ്ങിയ മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ മൺചട്ടി വേണം കേട്ടോ ഇത് വെക്കാനായിട്ട്. മൺചട്ടിയിലേക്ക് നമ്മൾ തക്കാളിയും സബോളയും വേപ്പിലയും എല്ലാതും ഇട്ടിട്ട് ഒന്ന് നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് ഇളക്കണം. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടും നന്നായി തിരുമ്പി അതിലേക്ക് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഉണ്ടല്ലോ, ഇത് ഒരു 10 മിനിറ്റ് നേരമോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നേരമോ ഇതൊന്ന് മൂടി നമുക്ക് വെക്കാം. അതിന് ശേഷം നേരത്തെ നമ്മുടെ നാളികേരം ഉണ്ടല്ലോ അത് വെച്ചിട്ട് അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ അരപ്പ് ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിനെ മിക്സ് ചെയ്ത് വെക്കുക. ഈ കറി ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇവിടെ ഊണ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഉണ്ടാക്കാറുള്ള കറിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണിത്. അതിന് ശേഷം നമ്മൾ കറീനെ എടുത്ത് ഗ്യാസിലേക്ക് വെച്ചു. കറി ഇപ്പോൾ നന്നായി ഒന്നും കൂടി ഇളക്കി. ഉപ്പൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, നന്നായി എല്ലാം കറക്റ്റാണ്. പിന്നെ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കറിയിലേക്ക് ഈ കറി ഉണ്ടല്ലോ നമുക്ക് ഊണ് കഴിക്കാനുണ്ടല്ലോ മീൻ കറി വേണമെന്നൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടിയിട്ട്. ഒരു പപ്പടവും കൂടി വേണമെന്നുള്ളൂ. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്, കോഴിമുട്ട. പിന്നെ കറി ഏകദേശം ഞാനത് കുറച്ച് നേരം സിമ്മിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കറി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കൊച്ചു ഉള്ളിയിൽ നമ്മൾ ചെറുള്ളി, ചുവന്നുള്ളി എന്ന് പറയും, ആ ഉള്ളി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചു. അത് ഞാനതേ അതിലേക്ക് കറിയിലേക്ക് ഇത്തിരി ഞാൻ എടുത്തിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഈ കറി ഉണ്ടല്ലോ ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നന്നായി ഉള്ളിയും അതെ നന്നായി മൂക്കണം കേട്ടോ. മൂത്ത് കഴിഞ്ഞാലാണ് ആ കറിയുടെ ടേസ്റ്റ് നമുക്ക് നന്നായി ആസ്വദിക്കാൻ പറ്റുള്ളൂ. അത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കുക. എന്നിട്ട് എടുക്കണം കേട്ടോ കറി കഴിക്കാനായിട്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. നമ്മുടെ ഡ്രീം വ്ളോഗ് ഇഷ്ടമായെങ്കിൽ, ഇതിലെ റെസിപ്പീസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.